ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു വിക്ടറി മേസ് വ്ലോഗ്സ്. മലമുകളിലെ പാറക്കൂട്ടങ്ങളിൽ കൊത്തിത്തീർത്ത ശില്പങ്ങളും ക്ഷേത്രവും, പിന്നെ മലമുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകൾ. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ചിതറാൽ ജൈന ക്ഷേത്രം അഥവാ മലൈക്കോവിൽ. തമിഴ്നാട്ടുകാർക്കും കേരളീയർക്കും ഏറെ പ്രിയപ്പെട്ട കന്യാകുമാരി യാത്രകളിൽ എന്തുകൊണ്ടും ഉൾപ്പെടുത്താവുന്ന ഒരിടം, അതാണ് ചിതറാൽ. തിരുച്ചരണാത്ത് പള്ളി എന്നാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രനാമം. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ അധികം ദൂരത്തല്ല ചിതറാൽ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡത്തു നിന്നും 7-8 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ജൈനക്ഷേത്രത്തോടൊപ്പം മലമുകളിലെ കാഴ്ചകളും ഏതൊരു സഞ്ചാരികളെയും മനം കവരുന്ന ഒന്നാണ്. പ്രധാന കവാടത്തു നിന്ന് 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക്. മലയിറങ്ങി വരുന്ന കാറ്റിനൊപ്പം ചേർന്ന് യാത്ര ചെയ്യാം. കുത്തനെയുള്ള കയറ്റങ്ങളില്ലെങ്കിലും ചെറിയൊരു ട്രക്കിംഗ് അനുഭവം ഈ വഴി തരുന്നുണ്ട്. ഒത്ത മുകളിലെത്തുമ്പോൾ തണൽ വിരിക്കുന്ന ആൽമരം കാണാം. പാറക്കല്ലിനോട് ചേർന്ന് നിൽക്കുന്ന അരയാലിന് തലമുറകളുടെ തണലിന്റെ കഥകൾ പറയാനുണ്ടാവും. മുന്നോട്ട് ചെല്ലുമ്പോൾ കല്ലിൽ തീർത്ത കവാടവും കൊത്തുപണികളും കാണാം. പാറക്കൂട്ടങ്ങൾക്ക് മേൽ ശില്പങ്ങളുടെ നിറവ് എടുത്തുവച്ചപ്പോൾ മനോഹരമാണ് മേൽത്തട്ട്. വലിയ പാറയുടെ ഒരു വശത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളായാണ് ശില്പവിസ്മയം സ്ഥിതി ചെയ്യുന്നത്. മധ്യഭാഗത്തായി ചുവർ ശില്പങ്ങളും പൂജയ്ക്കും മറ്റു പ്രാർത്ഥനയ്ക്കുമുള്ള ഇടവുമുണ്ട്. അടിത്തട്ടിലായി പടികൾ ഇറങ്ങിച്ചെന്നാൽ ഒരു കുളവുമുണ്ട്. മുകളിൽ നിന്ന് താഴേക്കിറങ്ങിയാണ് ഓരോ കാര്യങ്ങളും കാണേണ്ടത്. നെയ്യാറ്റിൻകരയും പാറശാലയും പിന്നിട്ട് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന കളിയിക്കാവളയിൽ എത്തണം. അവിടെ നിന്ന് നേരെ കുഴിത്തറ ജംഗ്ഷനിലേക്ക്. കുഴിത്തറ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് വഴി തിരിയേണ്ടത്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിതറാലിലെത്താം. 9-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ജൈനക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ജൈനക്ഷേത്രം. ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ക്ഷേത്രമുള്ളത്. പാറയിൽ കൊത്തിയ ധ്യാനനിരാതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും സന്യാസിനി ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ഗുഹാശില്പങ്ങളിലെ ധർമ്മദേവതയുടെ ശില്പം വളരെ പ്രശസ്തമാണ്. മഹാദേവവർമ്മൻ 1-ാമന്റെ കാലത്താണ് ഇവിടെ ജൈനമതം പ്രബലമായിരുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നതെങ്കിലും 1956-ൽ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനങ്ങളിൽ വിഭജിച്ചപ്പോൾ ചിതറാൽ തമിഴ്നാടിന്റെ ഭാഗമായി തീർന്നു. മലൈക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരുണൻ എന്ന രാജാവിന്റെ കാലത്ത് പണികഴിക്കപ്പെട്ടുവെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ആദ്യകാലത്ത് ക്ഷേത്രം ജൈന സന്യാസിമാരുടെ താവളമായിരുന്നുവെങ്കിലും ഹിന്ദുമതത്തിന്റെ കടന്നുകയറ്റത്തോടുകൂടി ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയതായിരിക്കാം.
ചിതറാൽ ഗ്രാമത്തിലെത്തിയാൽ ജൈനക്ഷേത്രത്തിലേക്ക് യാത്രികരെ സ്വാഗതം ചെയ്തുള്ള പ്രവേശന കവാടം കാണാം. അവിടെ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ചിതറാൽ ജൈനക്ഷേത്രത്തിലേക്കുള്ള നടവഴിയായി. ചിതറാൽ മലയുടെ താഴ്വരെ വാഹനങ്ങൾ എത്തും. നടവഴി തുടങ്ങുന്നിടത്ത് ഇടതുവശത്തായി പാർക്കിംഗ് ഏരിയയും ശുചിമുറികളും ഉണ്ട്. പാർക്കിംഗ് ഫീസ് അടച്ച് വാഹനം പാർക്ക് ചെയ്യാം. ഗ്രാമപ്രദേശമായതിനാൽ ജനസാന്ദ്രത വളരെ കുറവാണ്. ചിതറാലിലേക്ക് താഴെ 2 ചെറിയ കടകൾ ഉള്ളത് ചില മറ്റു സ്ഥാപനങ്ങളൊന്നും തന്നെയില്ല. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. ക്ഷേത്രനട 4:30 അടയ്ക്കും. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കെയർടേക്കറിനടുത്തുള്ള രജിസ്റ്ററിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പറും ഫോൺ നമ്പറും എത്ര പേര് പോകുന്നുള്ള ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ട് വേണം പോകാൻ. തിരിച്ചിറങ്ങുമ്പോൾ അവരത് മാർക്ക് ചെയ്യുന്നുമുണ്ടാവും. പ്രവേശന കവാടത്തിൽ നിന്നും 1.5 കിലോമീറ്റർ കരിങ്കൽ പാകിയ നടവഴിയിലൂടെ മുകളിലേക്ക് കയറി ചെന്നാൽ ക്ഷേത്രത്തിന് സമീപത്തെത്താം. നടവഴി മുഴുവനായും ചെത്തിയെടുത്ത് കരിങ്കൽ പാകി ഇരുവശങ്ങളിലും ചെടികളും വൃക്ഷത്തൈകളും വച്ചുപിടിപ്പിച്ച് കരിയിലകളെല്ലാം നീക്കം ചെയ്ത് വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നു. ഇടയ്ക്കിടെ പ്രകൃതിക്കിണങ്ങും വിധത്തിൽ കരിങ്കലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുമുണ്ട്. ക്ഷേത്രത്തിന് പുറകിലൂടെ വന്ന് ഒരു ചെറിയ കവാടത്തിലൂടെ കടന്ന് ഗുഹാമുഖത്തിലൂടെ താഴോട്ടിറങ്ങി വേണം ക്ഷേത്രമുറ്റത്തെത്താൻ. പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മഹാവീരന്റെ വിഗ്രഹ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇടതുവശത്തായി ഒരു നാഗപ്രതിഷ്ഠയുമുണ്ട്. മലയുടെ ഒരു വശത്തുള്ള പാറ തുരന്ന് കൊത്തിയെടുത്ത തൂണുകളോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ 3 ഗർഭഗൃഹങ്ങളുമുണ്ട്. അവയിൽ അവസാനത്തെ തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരന്റെയും പാർശ്വനാഥന്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകൾ കാണാം. പത്മാവതി പ്രതിഷ്ഠയുള്ളതിനാലാണ് ഭഗവതി കോവിലായി അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതി പ്രതിഷ്ഠ നടത്തിയെന്നും 2 അഭിപ്രായമുണ്ട് ഇവിടെ. ചിതറാൽ മലയുടെ മുകളിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അത്യാകർഷണമാണ്. ക്ഷേത്രത്തിന് അല്പം അകലെയുള്ള വിശാലമായ പാറ സഞ്ചാരികളെ കാറ്റേറ്റ് പ്രകൃതി ദൃശ്യം ആസ്വദിച്ച് വിശ്രമിക്കാൻ ക്ഷണിക്കുന്നു. ഇവിടെ നിന്നുമുള്ള സൂര്യാസ്തമയത്തിന്റെ ദൃശ്യം അവർണ്ണനീയമാണ്. ഭാരത ചരിത്രത്തിന്റെ ഏടുകളിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യത്തോടെ ഇടനേട്ടുള്ള ജൈനമതം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി പ്രചരിച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്താൻ സഹായിച്ചിരുന്നുവെന്നും അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നുവെന്നും ചിതറാൽ ആധുനിക ലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു.
ചിതറാലിലെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യുക.